ഇപ്പം ശരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ പലർക്കും ഒരു ഭൂരിഭാഗം വ്യക്തികളും BP ഉണ്ട് എന്ന് പറയുന്നത് ഭയങ്കര കാഷ്വൽ ആയിട്ടാ പറയുക. ആർക്കൊക്കെ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ജനിതക ഘടകം ഒരു വലിയ ഘടകം തന്നെയാണ് ഹൈപ്പർ ടെൻഷൻ വന്നു ചേരാൻ. ഓവറായിട്ട് വെയിറ്റ് ഉള്ള ആൾക്കാർ, ഒബീസിറ്റി, അതായത് ശരീരഭാരം നോർമലിനേലും BMI 30 മുകളിൽ നിൽക്കുന്ന ആൾക്കാർ, പ്രമേഹമുള്ള ആൾക്കാരിലും ഹൈപ്പർ ടെൻഷൻ വന്നു ചേരാനുള്ള ചാൻസസ് സാധാരണക്കാരിൽ നിന്നും കൂടുതലായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. പിന്നെ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ടെൻഷൻസ് അല്ലെ, മാനസിക സമ്മർദ്ദങ്ങൾ, ആങ്സൈറ്റീസ്, സ്ട്രെസ് ഉള്ള ജോബ് ചെയ്യുന്ന ആൾക്കാർ BP വന്നു ചേരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം മെന്റൽ സ്ട്രെസ് കൂടുതലുള്ള ആൾക്കാരിൽ സ്വാഭാവികമായിട്ട് അവരുടെ സ്ലീപ്പ് പാറ്റേൺ അല്ലെ, അവരുടെ ഉറക്കത്തിന്റെ രീതികൾ മാറ്റം കാണും. അപ്പം ഉറക്കം പ്രോപ്പറായി കിട്ടാൻ സാധ്യത കുറവുള്ള കുറെ ജോബ് പ്രൊഫൈൽസ് ഉണ്ട്, കുറെ ജോലികളുണ്ട്. അത്തരത്തിൽ ഇടപെടുന്ന വ്യക്തികളിലും ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. ഇത് കൂടാതെ പുകവലി, മദ്യപാനം, ജങ്ക് ആയിട്ടുള്ള ഫുഡിന്റെ ഇൻടേക്ക് കുറെ ഏറെ ഉള്ള വ്യക്തികൾ, ഇവരിലൊക്കെ ഹൈപ്പർ ടെൻഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്.